Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. Start ചെയ്യാം നമുക്ക്. Start ചെയ്തോ കേട്ടോ. Start with prayer, thought of the day and signing. എന്താണെന്ന് ആരുമില്ലേ? ആ കേൾക്കുന്നുണ്ടോ? എന്ന് പ്രയർ ഒന്നുമില്ല? കേൾക്കുന്നുണ്ട് മാം. ഞാൻ പാടാം മാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹദീപമീയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു മാം. Okay, yeah. Then thought of the day or sign in. Quotes of the day പറയണം. Vision without action is only dreaming. Action without vision is only passing time. Vision with action can change the world. Nelson Mandela. സൈനിങ് ആണ് മാം മുസ്തിന. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഓർക്കാനും അതിനെതിരെ പോരാടാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണിത്. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഏറെ വേദനാജനകമാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയെല്ലാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തകർത്ത് കളയും. നല്ലൊരു ഭാവിയും നല്ല സുഹൃത്തുക്കളെയും നഷ്ടപ്പെടുത്താൻ ലഹരിക്ക് ഒരു നിമിഷം മതി. ലഹരിക്ക് അടിമപ്പെട്ടാൽ പഠനത്തിൽ ശ്രദ്ധിക്കാനോ കളികളിൽ ഏർപ്പെടാനോ സന്തോഷത്തോടെ ജീവിക്കാനോ നമുക്ക് കഴിയില്ല. നമ്മൾ ഓരോരുത്തരും ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കണം. കൂട്ടുകാരുടെ സമ്മർദ്ദത്തിനോ ആരുടെയെങ്കിലും നിർബന്ധത്തിനോ വഴങ്ങി ലഹരി ഉപയോഗിക്കരുത്. ധൈര്യത്തോടെ വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം. സംശയം തോന്നുമ്പോൾ മൗനം പാലിക്കാതെ അധ്യാപകരെയും മാതാപിതാക്കളെയും അറിയിക്കണം. വിദ്യാർത്ഥികൾ എന്നതൊരു രാജ്യത്തിന്റെ ഭാവിയാണ്. അവർക്ക് ശാരീരികമായും മാനസികമായും ആരോഗ്യം പുലർത്തേണ്ടത് ആണ്. ലഹരി ഇല്ലാത്തൊരു നല്ല ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ ലഹരിയെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാം. താങ്ക് യു. Okay. നിങ്ങൾ വിചാരിക്കുമല്ലോ ടീച്ചർ ഫുൾ ടൈം ഇംഗ്ലീഷ് തന്നെയാണല്ലോ എന്ന്, അല്ലെ? ശരിയാണോ? നിങ്ങൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ? ഇപ്പോഴും ഞാൻ തന്നെയാണല്ലോ വരാ. ഇന്നത്തെ മാം ഇന്ത്യന്ന് ആലോചിച്ചു. എന്തോ? ഇന്നലെ മാം വന്നോണ്ട് ഇന്ന് വേറെ ഏതോ മാം ആയിരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു. ഓക്കെ. ഇംഗ്ലീഷ് എത്രത്തോളം ഇഷ്ടമാണ് പഠിക്കാൻ? അങ്ങനെയാണോ? എല്ലാവർക്കും പഠിക്കാൻ പാടുള്ള വിഷയമല്ലേ, അപ്പൊ പിന്നെ പഠിക്കുന്നത് തന്നെയല്ലേ നല്ലത്. പഠിക്കുക. ഓക്കെ, അപ്പൊ എന്താ ക്ലാസ് എടുക്കാം? നമുക്ക് ക്ലാസ് എടുത്താലോ? കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഒരു MT ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. എന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇംഗ്ലീഷില്. ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു MTയില്. ഓക്കെ, അപ്പം അവരോട് സംസാരിച്ചപ്പോ അവരിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ വന്നിരുന്നപ്പോ ഉണ്ടായ ഒരു പേടി, ടെൻഷൻ, അതെല്ലാം അവർക്ക് മാറി. കാരണം ഫസ്റ്റ് ക്ലാസ്സിൽ അവർ പറഞ്ഞതും ലാസ്റ്റ് ക്ലാസ്സിൽ അവർ പറഞ്ഞതും ഡിഫറെന്റ് ആണ്. മനസ്സിലായോ? നിങ്ങളിപ്പോ പറഞ്ഞ പോലെ ഏറ്റവും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു സബ്ജക്റ്റും ഏറ്റവും പേടിയുള്ള ഒരു സബ്ജക്റ്റും ഇംഗ്ലീഷാണ്. ഓക്കെ, ഫസ്റ്റ് അവർ പറഞ്ഞ കാര്യമാണ്, മിസ്സേ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, ഒന്നും അറിയില്ല, ബിഗിനേഴ്സ് ആണ്, ടച്ച് വിട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് ജോയിൻ ചെയ്തതാണ്. അവർക്കെല്ലാം ഗ്രാമർ എന്ത് ചോദിച്ചാലും അത് പറയും. കോൺഫിഡന്റ് ആണ്. എത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ഒരു ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ എന്നോട് സംസാരിച്ചത്. ഓക്കെ, അതേപോലെ എന്തോ MT 6 ബാച്ച് ആണോ? 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഞാൻ 6 ബാച്ചിൽ ഉണ്ടായിരുന്നായിരുന്നു മാം. ആണോ? എന്നിട്ട്
കുറെ ക്ലാസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വർക്കുകളും കുറെ ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ പിന്നെ അതിലോട്ട് മാറിയതാണ്. സഫിയാന്റെ ഒക്കെ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിരുന്നോ? എങ്ങനെ? എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആഹാ, ഓക്കെ. എന്നിട്ടാണ് പറയാനേ? കൊള്ളാലോ, കഴിഞ്ഞു, ബാച്ച് കഴിഞ്ഞു. അതിനിപ്പോ കഴിഞ്ഞു. ഓക്കെ. അപ്പോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഒരു പേടിയില്ലാതെ ടെൻഷൻ ഇല്ലാതെ എല്ലാവരോടും കൂടിയാണ് ഇംഗ്ലീഷ് അങ്ങനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, കോഴ്സിന്റെ അവസാനം നിങ്ങളും അങ്ങനെ തന്നെ എന്നോട് പറയും. എന്നാണ് എന്റെ ഒരു വിശ്വാസവും പ്രതീക്ഷയും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. നിങ്ങള് ക്ലാസ്സിൽ ഞാൻ എപ്പോഴെങ്കിലും ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു പ്രസന്റ് ചെയ്യാനായിട്ട്? ഏതെങ്കിലും ടോപ്പിക്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യിപ്പിച്ചു. അത്രയേ ഉള്ളൂ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇൻ, ഓൺ, ആറ്റ്, ഈ 3 പ്രപ്പോസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് ഡ്യൂറിംഗ്. ഓക്കെ, ഡ്യൂറിംഗ് ആണ്. ഡ്യൂറിംഗ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു പീരീഡ് ആണ്. മനസ്സിലായോ? ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഡ്യൂറിംഗ് യൂസ് ചെയ്യുക. ഒരു പീരീഡ് ആണെന്ന് പറയാം. ഇനിയിപ്പോ നമ്മുടെ ക്ലാസ് ജസ്റ്റ് ഒരു പീരീഡ് അല്ലേ? 12:30 to 1:30. ഇതാണ് നമ്മുടെ ക്ലാസ് ടൈം. ഒരു പീരീഡ് ആണ്. ഈ ക്ലാസ്സിൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് എന്താണ് ഡ്യൂറിംഗ് വെച്ച് പറയാൻ പറ്റും അല്ലെ? I write English notes during the class അല്ലെ? അല്ലെങ്കിൽ I talking my friends during my class. ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കായിരുന്നു. I was talking to my friends during English class. During English class എന്ന് പറയും. ഇംഗ്ലീഷ് ക്ലാസ് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കായിരുന്നു. അപ്പൊ ഒരു പെർട്ടിക്കുലർ പീരീഡിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഡ്യൂറിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡ്യൂറിംഗ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് പീരീഡ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് പോയിന്റോ ഒന്നുമില്ല ഈ പ്രപ്പോസിഷൻ. ഇനിയിപ്പോ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 9 months or 10 months ആണ്. അപ്പൊ ആ ഒരു പീരീഡും ഡ്യൂറിംഗ് വെച്ച് പറയാൻ പറ്റും. ഓക്കെ, I was attending an internship during my കോഴ്സിന്റെ ടൈമിൽ ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തു എന്നാ പറയുന്നത്. മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ എന്തിന്റെ ആവട്ടെ, എന്താണെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡ് ആണ് എന്താ ഡ്യൂറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ she kept talking to me during the film. ഫിലിം കാണുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അതും ഒരു ടൈമാണ്. അതും ഒരു സെറ്റ് ഓഫ് പീരീഡ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടൈമാണ്. ഓക്കെ, നമ്മുടെ പ്രഗ്നൻസിയും ഒരു കാലഘട്ടം അല്ലേ? ഇപ്പൊ പീരീഡ് അല്ലേ? ആ ടൈമിൽ നമുക്ക് എന്തൊക്കെ തോന്നും? I felt cravings during my pregnancy. എന്റെ പ്രഗ്നൻസി ടൈമില് എനിക്ക് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ക്രേവിങ്സ് തോന്നി എന്നാ പറയാ. അപ്പൊ എല്ലാം എന്താണ്? ഒരു പീരീഡ് ആണ്. ആ പർട്ടിക്കുലർ പീരീഡില് നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് എന്ത്? ഡ്യൂറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇല്ല, ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. സ്നേഹ, ശ്രുതി മനസ്സിലായി? സൈലന്റ് ആണല്ലോ. എന്തോ ഒന്നുകൂടി പറയാ? ഒന്നുകൂടി പറയാന്ന് വെച്ചാല് നമുക്ക് എല്ലാത്തിനും ഒരു പീരീഡ് ഉണ്ട്. എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ഒരു സിനിമ കാണുന്ന ഒരു ടൈം ഉണ്ട് അല്ലെ? നമ്മൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാല് നമുക്ക് സമയമില്ലേ? 2 hour ആണ്, 2 or 3 hours ആണ് നമ്മുടെ ടൈം, ഒരു മൂവി ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ ഇപ്പോ നിങ്ങൾ പറയാണ്, സിനിമ കണ്ടിറങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് പറയാണ്, സിനിമയുടെ സമയത്ത് അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിനിമ കാണുന്ന സമയത്ത് അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് കൊച്ചു കിടന്ന് കരയായിരുന്നു. അതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അതെന്താണ്? ആ ഒരു പീരീഡിലാണ്, സിനിമ കാണുന്ന സമയത്താണ്. ആ സമയം നമുക്കറിയാം, ഒരു സെറ്റ് ഓഫ് ടൈം ആണത് അല്ലെ? ഇനിയിപ്പോ നിങ്ങൾ ഒരു എക്സാമിന് പോയിരിക്കാന്നിരിക്കോ? അപ്പൊ എക്സാം ഒരു സെറ്റ് ഓഫ് ടൈം ആണ്.
ചിലപ്പോൾ 10 to 1 PM ആയിരിക്കാം എക്സാം ടൈം വരാം. ആ ടൈമില് നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നെങ്ങനെ പറയും? എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല എങ്ങനെ പറയും? പറയൂ, ഇംഗ്ലീഷ് പറയൂ കേക്കട്ടെ. എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പറ്റില്ല, പാടില്ല, എന്തെങ്കിലും പറയും. During the exam, you can't speak. During the exam, you can speak. That's exam നടക്കുന്ന സമയത്ത് ആരും സംസാരിക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലായോ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയൂ. എന്താണെങ്കിലും മിണ്ടാതിരിക്കുന്നേ, സൈലന്റ് ആണ് ക്ലാസ്, എന്ത് പറ്റി? എന്താണ് ഒട്ടും മനസ്സിലാവുന്നില്ലേ ക്ലാസ്? അതുകൊണ്ടാണ് മിണ്ടാത്തത്. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കുന്നത് മിസ് പറയുന്ന പോലെ ഞങ്ങൾക്ക് എങ്ങനെയാ, എന്നാണ് ഞങ്ങൾക്കൊന്ന് പറയാൻ പറ്റുക? അങ്ങനെ ചിന്തിച്ചോ? അവര് പെട്ടെന്ന് ഓരോ മലയാളം പറഞ്ഞിട്ട് നമ്മള് ഇംഗ്ലീഷില് ഓരോ എന്താണ് എക്സാമ്പിൾസ് പറയുന്നില്ലേ, അതുപോലെ നിങ്ങൾക്കും പറയാം എന്ന് പറ്റും എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നോ എപ്പോഴെങ്കിലും? അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? വന്നിട്ടുണ്ടോ? ആർക്കും വന്നിട്ടില്ല? എപ്പോഴും വരാറുണ്ടോ? എനിക്ക് വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എക്സാമ്പിൾസ് ഒക്കെ പറയും. അത് ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ഞാൻ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ പെട്ടെന്ന് പറയാനായിട്ട്, എങ്ങനെ കിട്ടുന്നു എന്നൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ എനിക്ക് മനസ്സിലായത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, അത് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് തന്നെ ഒരു ധാരണ കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് എന്തും പറയാൻ പറ്റും ഇംഗ്ലീഷില്. അങ്ങനെയാണ് പഠിക്കുക നന്നായിട്ട്. ഈ ഡ്യൂറിങ് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇപ്പൊ ഞാനെടുത്ത പ്രപ്പോസിഷൻ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കും. ആസ് എ ബിഗിനേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും പഠിക്കാനത്. ഞാൻ പറയുന്നതും ഞാൻ ക്ലാസ് എടുക്കുന്ന കേൾക്കാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? പക്ഷെ എന്താണ്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഫേർട്ട് എടുത്ത് സ്വയം പഠിക്കാൻ നോക്കുക, അറിയാൻ നോക്കുക. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പോ എടുത്ത ഈ ഡ്യൂറിങ് പ്രപ്പോസിഷൻ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. തെറ്റാനും കുഴപ്പമില്ല, ഗ്രാമറിൽ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഗ്രാമർ പഠിച്ചിട്ടില്ല, കാരണം ടെൻസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഒന്ന് ഏകദേശം ഒന്ന് എന്തെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല, ഡ്യൂറിങ് വെച്ചൊരു എക്സാമ്പിൾ ഒന്ന് മാക്സിമം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. പറയാണോ മാഡം? ഐ ഈറ്റ് മാംഗോസ് ഡ്യൂറിങ് സമ്മർ സീസൺസ്. പറ്റുമോ? ടെൻസ് വൈസ് മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ ഡ്യൂറിങ് മനസ്സിലായി. ഓക്കെ, ഡ്യൂറിങ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ഐഡിയ കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി ആരെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. She visited her grandpa during the summer. Yeah, during the night we see the moon in the sky. Okay. Then തെറ്റിയാലും കുഴപ്പമില്ലെന്നേ, നിങ്ങൾ പൊട്ടത്തെറ്റാണെങ്കിൽ പറയൂ. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും.
ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യോ? കണ്ടോ ഇതൊക്കെ മൃദുലായി എന്തോ Go bathroom during the interval. ഓക്കെ. Can go to bathroom She during walked the during this time. During my childhood, read. എന്തോ തെറ്റാണോ ചോദിക്കാം. ടെൻസ് പഠിക്കാത്ത ഇപ്പോ ഐ ആം വെരി നോട്ടി ഗേൾ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് തെറ്റാണ്. ഉദ്ദേശിച്ച ചൈൽഡ്ഹുഡ് ആ ടൈമിൽ ഞാൻ ഭയങ്കര നോട്ടി ആയിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ അതാണ് ഉദ്ദേശിച്ചെങ്കിലും പറഞ്ഞു വന്നപ്പോ മീനിങ് എങ്ങനെയാണെന്നറിയോ? ചൈൽഡ്ഹുഡില് ഞാൻ വളരെ നോട്ടിയാണ്, അങ്ങനെ തന്നെയാണോ പറയേണ്ടത്? തെറ്റല്ലേ? അത് നിങ്ങൾ ടെൻസ് പഠിച്ചാൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ടെൻസ് അറിയാത്തതിന്റെ കുഴപ്പമാണ്. ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇതൊക്കെ കറക്റ്റ് ചെയ്യും. During heavy rain, there is power cut here. Okay. തെറ്റാണ് കേട്ടോ. ദാറ്റ് മീൻസ് നിങ്ങൾ ഉദ്ദേശിച്ച കറക്റ്റ് ആണെങ്കിലും ടൈപ്പ് ചെയ്ത് വരുമ്പോൾ, അതായത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ മിസ്റ്റേക്ക് വരും. അത് നിങ്ങൾക്ക് ടെൻസ് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ. During my childhood, I was like to watch comedy movie. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ കറക്റ്റ് ആണ്. ഡ്യൂറിങ് ആറ്റ് പ്രിപ്പോസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ എക്സാമ്പിൾസും കറക്റ്റ് ആണ്. ടെൻസ് വൈസ് മിസ്റ്റേക്ക് ഉണ്ട്. ഇതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. ഇപ്പോ അയക്കുന്ന ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇതൊക്കെ നിങ്ങൾ ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്യും. നന്നായിട്ട് ഇംഗ്ലീഷ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ല, കാരണം നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സംസാരിക്കും എന്നെനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട്. I haven't exercised during the last week. Yeah, clear. Correct. Because along during the trip, yeah, I can study during night time. I can't study, yeah, during night time. അപ്പൊ during ഏകദേശം തെറ്റാണ്. Woolen clothes are used during winter season. Yeah. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരട്ടെ എന്നാല്. ഡ്യൂറിങ് ഹെഡിങ് കൊടുക്കാം. നിങ്ങളെ ടെക്സ്റ്റ് ചെയ്ത എക്സാമ്പിൾസ് ഒന്നും എഴുതണ്ട കേട്ടോ. വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. നിങ്ങൾ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും കറക്റ്റ് ചെയ്യും. ഓക്കെ. കാരണം ഡ്യൂറിങ് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഇപ്പൊ യൂസ് ചെയ്യേണ്ട വേർബ് എന്താണെങ്കിലും പാസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഫസ്റ്റ് എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. During the exam, you can't speak. During the exam, you can't speak. Exam നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. Okay. She kept talking to me during the film. I take notes during the class. She fell asleep during the movie. We visited London during our holiday. Yeah, okay. അതാണ് എന്താ ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മനസ്സിലായോ വിശ്വസിക്കുന്നു. ഓക്കെ.
Then we move on the next Ma'am. preposition is by. Ma'am, So അതായത് ഇതിൽ ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് അല്ല, കഴിഞ്ഞു പോയിട്ടില്ലല്ലോ, അത് അല്ല. വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോ അല്ല. അപ്പോഴും ഉപയോഗിക്കാൻ പറ്റും രണ്ട്, അല്ല പാസ്റ്റ് അതായത് ടെൻസിൽ ഉപയോഗിക്കാൻ. പാസ്റ്റ് ടെൻസിലും പ്രസന്റിലൊക്കെ ഡ്യൂറിങ് യൂസ് ചെയ്യാം. ഞാനിപ്പോ പറഞ്ഞത് നിങ്ങളോട് എനിക്കിപ്പോ പറയാണ്, ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറയണ ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. ഡോണ്ട് സ്പീക്ക് ടു എനിവൺ ഡ്യൂറിങ് മൈ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾ ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് ആരോടും സംസാരിക്കാൻ പാടില്ല എന്നാ പറയാം. അതെന്താണ്? പ്രസന്റ് അല്ലേ? അല്ലേ? യെസ്. ആ അങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ. ഇനിയിപ്പോ പാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമില് ഒരുപാട് ക്രേവിങ്സ് ഉണ്ടായിരുന്നു അല്ലെ? എന്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ക്രേവിങ്സ് ഉണ്ടായിരുന്നു എന്ന്, ക്രേവിങ്സ് തോന്നി എന്നും പറയാം, ഉണ്ടായിരുന്നു എന്നും പറയാം. ക്രേവിങ്സ് തോന്നി എന്നാണെങ്കിൽ I felt cravings during my pregnancy. അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി എന്നാണ് പറഞ്ഞത്. ഫീൽ അല്ല ഞാൻ അവിടെ യൂസ് ചെയ്ത്, ഫീലിന്റെ പാസ്റ്റ് ടെൻസ് ആയ felt ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് പഠിക്കുക. അത് ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ. അത് പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ മാത്രം നമുക്ക് ടെൻസിലേക്ക് പോകാൻ പറ്റും. കാരണം കണ്ടോ, ഇപ്പോ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്ട്, വെർബ് ആൻഡ് ഹെൽപ്പിംഗ് വെർബ്, പ്രപ്പോസിഷൻ ഇതെല്ലാം ആവശ്യമാണ്. ഒബ്ജക്റ്റ് ഇതൊക്കെ ആവശ്യമാണ്. ഓക്കെ. അപ്പോ ടെൻസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ടെൻസിലേക്ക് പോകാൻ പറ്റൂ. പ്രപ്പോസിഷൻ കഴിഞ്ഞ അപ്പൊ തന്നെ ടെൻസിലേക്കാ പോകുന്നത് കേട്ടോ. ക്ലിയർ ആക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ ബൈ ആണ്. ബൈ. ബൈ പോയിന്റ് വൈസ് അറിയാം കേട്ടോ. Travel, communication, method of payment. Time. Travel, communication, method of payment, time. ഇത്രയും പ്ലേസസിലാണ് ബൈ യൂസ് ചെയ്യുക. ഇതിന് കൂടുതൽ പ്ലേസസിൽ നമ്മൾ ബൈ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് ബൈ എവിടെയൊക്കെ യൂസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കാം. ഓക്കെ. അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്തി പഠിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. പ്രപ്പോസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. അതെല്ലാം പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഈ ക്ലാസ് അല്ല കോഴ്സ് തന്നെ മതിയായി വരില്ല. ഓക്കെ. ഒരുപാടുണ്ട്. സോ അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഇപ്പൊ കോഴ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ സ്വയം പഠിക്കേണ്ടതാണ്. ഓക്കെ. കഴിഞ്ഞല്ലോ. ഇപ്പൊ ബൈ, പ്രിപ്പോസിഷൻ, ട്രാവൽ. നമ്മൾ ട്രാവല് പറഞ്ഞപ്പോ നമ്മള് ഒരു ഇൻ, ഓൺ ഒക്കെ പറഞ്ഞു. കാറിലാണെങ്കിൽ ഇൻ ആണ്, ബസ് ആണെങ്കിൽ ഓൺ ആണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ കാറിലാണ് വന്നത്. എങ്ങനെ പറയും? ഞാൻ വന്നത് കാറിലാണ്. എങ്ങനെയാ പറയാ? I went there by car. Hello. I came here by car. കാറിലാണ് വന്നത്. I came here by car. നിങ്ങൾ എന്തിലാണോ വരുന്നത്, അത് ഏത് വെഹിക്കിൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൽ വലുതോ ചെറുതോ എന്നൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ ട്രാവൽ ചെയ്ത് വന്നത്, എന്ത് ത്രൂ ആണോ വന്നത്, അത് പറയാൻ നമ്മൾ ബൈ യൂസ് ചെയ്യണം. ഓക്കെ. I came here by car, by train, by bus, by flight, anything you can say if you use preposition by. Okay. Travel ആണ്, എന്ത് ത്രൂ ആണോ വരുന്നത് അവിടെ പറയാൻ നമ്മൾ ബൈ യൂസ് ചെയ്യണം.
ഞാൻ കാറിലാണ് എങ്കിൽ I'm in a car. ഞാൻ വന്നത് കാറിലാണ്, ഞാൻ പോയത് കാറിലാണ്. I went by car. I went there by car. ഞാൻ പോയത് ബസ്സിലാണ്. I went there by bus. Okay? അപ്പം പോയത് ബസ്സിലാണ്. She gone by bus. Clear? ട്രാവൽ മനസ്സിലായല്ലോ? നിങ്ങൾ എന്ത് ത്രൂ ആണോ വരുന്നത് പോകുന്നത്, ട്രാവൽ ചെയ്യുന്നെങ്കിൽ എന്താണോ അവിടെ ബൈ യൂസ് ചെയ്യാം. ട്രാവൽ മനസ്സിലായി. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സെയിം തന്നെ. എന്ത് ത്രൂ ആണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്ത് ത്രൂ ആണെങ്കിൽ പോലും നമുക്കവിടെ ബൈ യൂസ് ചെയ്യാം. ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ. ഞാൻ സംസാരിച്ചത് ഫോണിലൂടെയാണ്. ഞാൻ അവളുമായി സംസാരിച്ചത് ഫോണിലൂടെയാണ്. I spoke to her by phone. Then നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഫോൺ, ബൈ മെയിൽ, ബൈ പോസ്റ്റ്. അപ്പൊ എന്ത് ത്രൂ ആണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ത്രൂ, ആ ത്രൂവിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ബൈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല? റെസ്പോണ്ട് ചെയ്യൂട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഉണ്ടാതിരിക്കല്ലേ? എല്ലാരും ക്ലാസ്സിലുണ്ടോ? അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണോ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? റെസ്പോണ്ട് ചെയ്യൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോളൂ. ക്ലിയർ? പേയ്മെന്റോ കഴിഞ്ഞാണ്? ഞാൻ GPay വഴിയാണ് പേ ചെയ്തത്. എങ്ങനെയാ പറയാ? I paid by GPay. I paid by cash. By cash, by check, by phone, by card, എന്തും പറയാം. എന്ത് ത്രൂ ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത്, പേയ്മെന്റ് ചെയ്തത്, അത് ബൈ പറയാം. അപ്പൊ എന്ത് ത്രൂ ആണ് ട്രാവൽ ചെയ്തത്, എന്ത് ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, എന്ത് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്തത്, ത്രൂവിനെ സൂചിപ്പിക്കാൻ നമ്മൾക്ക് ബൈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. ക്ലിയർ? Then time. ടൈമില് ഞാൻ അച്ചെടുത്തപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളോട്, I always go to school at 10 AM. 10 മണിക്ക് സ്കൂളിൽ പോകും. ഞാൻ എപ്പോഴും 10 മണിക്ക് സ്കൂളിൽ പോകും. അതൊരു കറക്റ്റ് ടൈമാണ്. പക്ഷേ ഞാൻ ഒരു 10 മണിയോടുകൂടി സ്കൂളിൽ പോകും എന്ന് പറയുമ്പോ കറക്റ്റ് ടൈം അല്ല ഞാൻ പറഞ്ഞത്. ഏകദേശം 10 മണിയോടുകൂടി പോകും. ചിലപ്പോ 10 മണിയാകാം, ചിലപ്പോൾ കഴിയാം, അതിന് മുൻപാകാം, അല്ലെ? ഉറപ്പില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? I always go to school by 10 AM. By 10 AM. 10 മണിയോട് കൂടിയാണ് ഞാൻ എപ്പോഴും സ്കൂളിൽ പോകാറ്. ഉറപ്പില്ലാത്ത സമയം പറയാൻ നമ്മള് ബൈ യൂസ് ചെയ്യണം. 7 മണിയോട് കൂടിയാണ് എടുത്തോട്ടോ. I'll be there by 7 PM. അല്ലെങ്കിൽ 7 o'clock. ഞാൻ 7 മണിയോട് കൂടി ചിലപ്പോൾ ഉണ്ടാകും. I will be there by 7 o'clock. ഞാൻ 7 മണിക്ക് അവിടെ ഉണ്ടാകും എന്ന് പറയുന്നത് 7 മണിയോടുകൂടി അവിടെ ഉണ്ടാകും എന്ന് പറയുന്നത് രണ്ടാണ്, അല്ലെ? ഞാൻ 7 മണിക്ക് അവിടെ ഉണ്ടാകും എന്നാണെങ്കിൽ I'll be there at 7 o'clock. 7 മണിയോട് കൂടിയാണെങ്കിൽ I'll be there by 7 o'clock. ഇങ്ങനെയാണ് ടൈം. നാളെയോടുകൂടി, 11 മണിയോടുകൂടി, 12 മണിയോടുകൂടി, അടുത്ത മാസത്തോടു കൂടി, അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഓടുകൂടി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അതായത് പൈച്ചുവാഴോ, നാളത്തോടു കൂടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് കഴിയൂട്ടോ എന്ന് പറയും, അല്ലെ? ഇനിയിപ്പോ നാളെയോടുകൂടി നിങ്ങൾ ആ പേയ്മെന്റ് ഒന്ന് എനിക്കൊന്ന് സെൻഡ് ചെയ്യാം. നാളെയോടെ ഉള്ളൂ, ലാസ്റ്റ് ഡേറ്റ് ആണ്. ടൈം യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റിനെയും പറയാം ഇവിടെ. അതായത് പ്ലീസ് സെൻഡ് ദ മെയിൽ, പ്ലീസ് സെൻഡ് ദ പേയ്മെന്റ് ബൈ ടുമാറോ. നാളെയോട് കൂടി ആ പേയ്മെന്റ് ഒന്ന് സെൻഡ് ചെയ്യൂ. ഓക്കെ, അങ്ങനെയും പറയാം നാളെയോടുകൂടി. ഇപ്പോ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയും അവരെ ഒരു 11 മണിയോടുകൂടി ഒരു റൂം വെക്കേറ്റ് ചെയ്യും. ഫ്യൂച്ചറിലെ കാര്യം പറഞ്ഞു. ഗസ്റ്റ് വിൽ വെക്കേറ്റ് ദ റൂം ബൈ 11 AM. 11 മണിയോടുകൂടി റൂം അവർ വെക്കേറ്റ് ചെയ്യും. അപ്പോ 11 മണിയോടുകൂടി, നാളെയോടുകൂടി എന്നൊക്കെ പറയുന്നതാണ് എന്ത് ടൈം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പോയിന്റ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവരും നോട്ടിൽ എഴുതിയെടുത്തോ? Very good. Good. Okay. Then ബൈക്ക് വേറൊരു മീനിങ് പറയുകയാണെങ്കിൽ ആ ബുക്ക് എഴുതിയത് ഷേക്സ്പിയർ ആണ്.
ഷേക്സ്പിയർ ആണ് ആ ബുക്ക് എഴുതിയത്. എങ്ങനെ പറയാം? The book is written by Shakespeare. ഷേക്സ്പിയറാൽ എഴുതപ്പെട്ട ബുക്ക് എന്നാണ് പറയുന്നത്. ഷേക്സ്പിയറാൽ. ഇനി അവളാലാണെങ്കിൽ the picture was painted by her. അവളാൽ വരയ്ക്കപ്പെട്ട പിക്ചർ ആണത്. അപ്പൊ അവളാൽ, അവനാൽ എന്നൊരു മീനിങ്ങും കൂടെ ബൈക്കുണ്ട്. ഈ ഒരു പേരാണെങ്കിൽ ആ പേര്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതാണ് ബൈ എന്ന് പറയാനുള്ളത്. ബൈനെ കുറിച്ച് പറയുന്ന ഇത്രയേ ഉള്ളൂ. ടൈമിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 മണിയോട് കൂടി നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല പറയാന്ന് പറഞ്ഞു. അത് ഈ ബൈ ആണ് കേട്ടോ. ബൈ വെച്ചാൽ നമ്മൾ പറയാം. അത് ട്രാവലിന്റെ കാര്യത്തില് ഇൻ നോൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ട്രാവലിന്റെ കാര്യത്തില് ഇൻ നോൺ അല്ല വരാ എന്ന് ഞാൻ പറഞ്ഞു. അത് ബൈ ആണ്. ഇപ്പൊ മനസ്സിലായോ? ഇൻ, ഓൺ, ആറ്റ്, ബൈ, ഡ്യൂറിങ് ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലെ? എല്ലാം കൂടെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ, ക്ലിയർ. Then അപ്പോ ഇതാണ് ബൈ പോസിഷനെ കുറിച്ച് പറയുന്നത്. സോ നിങ്ങൾ കാര്യം ചെയ്യൂ, ബൈ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യൂ എല്ലാവരും കേട്ടോ. എക്സാമ്പിൾസ് എല്ലാം ടെക്സ്റ്റ് ചെയ്യാം, ഞാൻ കറക്റ്റ് ചെയ്യാം. She paid for the groceries by credit card. Is the by letter. By the chef. By the chef. Chef is the തെറ്റാണ്. I'm going to my home. The card. Yeah, we do payment by card. He left for London. By train. By train. Learn to like train lo. Wow. By Graham. The snake by Ramu. Yeah. We travel by bus. The letter. Acting by car. Yeah. Okay. അപ്പൊ ബൈനെ കുറിച്ച് മനസ്സിലായല്ലോ. പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? By tomorrow evening at home. വായിക്കുന്ന എല്ലാത്തിലും എന്തൊക്കെയോ എവിടേക്കോ തകരാറുണ്ട്. കാരണം നിങ്ങൾക്ക് വായിക്കുമ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവർ തോന്നുന്നത് നല്ലതാണ് കേട്ടോ. ചിരിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ എഴുതുന്നത് തെറ്റാണെന്ന്. വായിക്കുമ്പോ തന്നെ എന്തൊക്കെയോ തകരാറുള്ള പോലെ തോന്നുന്നുണ്ട് അല്ലേ? ആ മിസ്റ്റേക്ക് ആണ് മനസ്സിലാവാത്തത്. എവിടെയൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയുന്നുണ്ട്, മിസ്റ്റേക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ, ആവശ്യം വരും. കാരണം നിങ്ങൾ ഫ്യൂച്ചറിൽ നോക്കുമ്പോ ചിരിക്കാം മാം. എന്തോ ഫ്യൂച്ചറിൽ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചിരിക്കാം നമുക്ക്. നമ്മൾ ഇതൊക്കെ വായിക്കും. ചിരിക്കാൻ പറ്റും. ചിരിക്കാനുള്ള വകയുണ്ട് നിങ്ങളുടെ. അല്ല അറിയുണ്ട്. Like cheaply, I always attend the class by 12:30 p.m. I will attend the home by 8 p.m. I'm going by scooty. Yeah. Okay. അപ്പൊ ഇത്രയൊക്കെയാണ് ബൈനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ബൈ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണെങ്കിൽ തെറ്റാണെങ്കിൽ പോലും ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നത്. Okay. Yeah, clear.
അടുത്ത ടെൻസിലേക്ക് പോകണോ? എന്ത് ചെയ്യണം? പറയൂ. റെസ്റ്റ് വേണോ? ടെൻസ് അല്ല, പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ആക്കണോ? എന്താണ്? എന്ത് വേണം പറയൂ നിങ്ങള്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? സത്യം പറയൂ. ഇംഗ്ലീഷ് ക്ലാസ് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബോറൊന്നുമില്ല മാഡം. പിന്നെ എന്താണ് തോന്നുക? എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്താണ്? ഇടക്ക് തോന്നും, അത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാണ്ട് കുഴപ്പമില്ല. അതെ, മനസ്സിലാവാത്തതിന്റെ ബുദ്ധിമുട്ടാണ്, ബോറിംഗ് അല്ല. ഓക്കെ, ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ആണ് ഇനി ഉള്ളത്. അത് നമുക്ക് പിന്നിടുക. ഒക്കെ കൂടെ അയക്കാൻ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇത്രയും തന്നെ ധാരാളം. ഇത്രയും നിങ്ങൾക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഡ്യൂറിംഗ് ബൈ എവിടെ നിൽക്കട്ടെ, രണ്ട് പ്രപ്പോസിഷൻ വെച്ച് പോവാം. അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും 3 എടുക്കേണ്ടി വരും. അതിലൂടെ കൂടി പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ആവും. കുറച്ച് നമുക്ക് സംസാരിക്കാം. ഇനി ഇപ്പോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രപ്പോസിഷനിലേക്കാണ് ഇപ്പൊ പോയത്. ഇതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് ടെൻസിലേക്ക് പോകും. ടെൻസിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ഇപ്പൊ അയച്ചിട്ട് ഈ സെന്റൻസ് ഇല്ലേ, സെന്റൻസ് ഒക്കെ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും. മനസ്സിലായോ? നിങ്ങൾക്ക് എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നത്? ഇപ്പോ ടീച്ചേഴ്സ് നമ്മൾ എന്തിനാ സെന്റൻസ് ഒക്കെ പറയുമ്പോ അത് ഇങ്ങനെയല്ല കേട്ടോ, അത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ടൈമിൽ നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക അതൊക്കെ ചിന്തിച്ചിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. മിക്കവരങ്ങനെ ആലോചിക്കാൻ ചാൻസ് ഉണ്ട് പൊതുവെ. എങ്ങനെയാ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ എനിക്കെല്ലാം പഠിച്ചാല് ക്ലിയർ ആണ് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മിസ്റ്റേക്ക്, എവിടെയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ടെൻസ് നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ട് ബോറടിക്കാതെ ക്ലാസ്സിൽ മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക്. ടെൻസിലേക്ക് പോകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും. സോ മിണ്ടാതിരിക്കരുത്. അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കൺഫ്യൂഷൻസ് വരുമ്പോൾ ചോദിക്കുക, പൊട്ടത്തരമാണെങ്കിലും ചോദിക്കുക. ഓക്കെ, കാരണം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ, ഞാനും പഠിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചോദിക്കാൻ തന്നെ പേടിയാണ്. കാരണം ടീച്ചർ എന്ത് വിചാരിക്കും? ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, 3ാമത്തെ ചോദിക്കുമ്പോൾ പേടിയാണ്. എന്ത് വിചാരിക്കും? അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, എന്നോട് അങ്ങനെ വേണ്ട. ഓക്കെ, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എത്ര ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ തരാം. കാരണം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഡൗട്ട് വരും. മനസ്സിലായോ? പഠിക്കുന്ന ഒരാൾക്കേ ഡൗട്ട് വരും, പഠിക്കാത്ത ആർക്കും ഡൗട്ട് വരില്ല. മനസ്സിലായോ? കൂടുതൽ അറിയാൻ ആഗ്രഹം വരുമ്പോഴാണ് ഓരോരോ ഡൗട്ട് വരുന്നത്. അത് ചോദിക്കാൻ നല്ലതാണ്. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എല്ലാ പ്രപ്പോസിഷനും നോക്കുക. ഗൂഗിളില്, യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും, ഒരുപാട്. അപ്പൊ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ പഠിക്കുന്നതാകുമ്പോ ഒരുപാട് നോളജ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. അങ്ങനെയും പഠിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഞാനും പഠിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഓക്കെ, പക്ഷെ ഞാൻ എന്റേതായ രീതിയിൽ പഠിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായത്. കാരണം ഇത്രയും നന്നായിട്ട് പറഞ്ഞു തരാനുള്ള ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷെ ഞാൻ എങ്ങനെയാണോ പഠിച്ചത് ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? സോ വളരെയധികം സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരാറ്. ഡിഫിക്കൽറ്റി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ടെക്സ്റ്റിൽ ഒരുപാട് ഉണ്ടെങ്കിലും അത്രയും സിമ്പിൾ ആയിട്ടാണ് എല്ലാ ക്ലാസ്സും ഞാൻ എടുക്കുന്നത്. പൊതുവെ അങ്ങനെയാണ്. കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്കറിയാം. കാരണം എത്രത്തോളം ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് എല്ലാവരും ഇംഗ്ലീഷ് എടുക്കുന്നത്, അല്ലെ? ഈസി ആയി ഇംഗ്ലീഷ് പഠിക്കാമെന്ന് കേട്ടാ അപ്പൊ പോവും അങ്ങോട്ട്. ശരിയല്ലേ? അല്ലാതെ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? ആരും വരില്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതിലും സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ടെൻസ് ഒക്കെ അത്രയും സിമ്പിൾ ആയിട്ട്, ടെൻസ് ഒക്കെ പെട്ടെന്ന് പഠിച്ചു കഴിയും. ഏറ്റവും നമുക്ക് പേടിയുള്ള ഒരു കാര്യമാണ് ഈ ടെൻസ്. ഗ്രാമറിൽ ടെൻസ് പഠിക്കുന്ന സത്യമാണ് മാം. സ്കൂൾ ടൈമിൽ തൊട്ട് പേടിയായി ടെൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ. എനിക്കും അതെ, ഭയങ്കര പേടിയായിരുന്നു. എന്താണ് ടെൻസ്? ടെൻസ് ഒന്നാമത് പഠിച്ച തലയിൽ കയറില്ല. കാരണം നമ്മള് അത് പഠിപ്പിക്കുന്ന കൺഫ്യൂഷൻ. എനിക്കതാണ്. നീ മറ്റുള്ളവർക്ക് എങ്ങനെ വെച്ചാൽ അതിന്റെ ഉള്ളിൽ ടെൻസ് എന്ന് പറഞ്ഞുള്ളിൽ കയറുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. എവിടെ പഠിക്കുമ്പോ കറക്റ്റ് ആയിരിക്കും, പിന്നെ അത് വിട്ടിട്ട് കുറച്ചൊരു 2 ദിവസം പേജ് നോക്കാണ്ടിരുന്ന പിന്നെ നോക്കുമ്പോ ഒന്നും മനസ്സിലാവാത്ത പോലെ എനിക്ക്. ഏറ്റവും ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് അല്ലേ? നിങ്ങൾ മറന്നു പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ. നിങ്ങൾ ടീച്ചേഴ്സ് തന്നെ അല്ലേ? ആണോ?
ടീച്ചേഴ്സ് അല്ല എല്ലാവരും ഒരു ഓർമ്മ വേണോട്ടോ, മറക്കരുത്. സ്റ്റുഡൻസ് ഓക്കെ, പക്ഷെ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് പ്രപ്പോസിഷൻ ആയിക്കോട്ടെ, എന്തും ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പഠിക്കില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ പഠിപ്പിക്കാൻ ഇറങ്ങിയില്ലേ, ആസ് എ ടീച്ചർ എന്ന് ഞാൻ ടീച്ചറായി അന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങി. എനിക്ക് വേണ്ടിയല്ല അപ്പോഴും ഞാൻ പഠിച്ചു, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെ പഠിപ്പിക്കണമല്ലോ, നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണമല്ലോ. അപ്പൊ എത്രത്തോളം ഈസി ആയിട്ട് എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോ പഠിപ്പിക്കും തോറും നമുക്ക് ഏത് ടോപ്പിക് ആയിക്കോട്ടെ എത്രത്തോളം ക്ലിയർ ആണ്. ഒരിക്കലും മറക്കില്ല, ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആ ടോപ്പിക് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. ഒരിക്കലും ഒരു കാലത്തും നമ്മൾ മറക്കില്ല. പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പഠിപ്പിക്കാം. ഏറ്റവും സിമ്പിൾ വേ ആണത്. ഓക്കെ, ആരും ആയിക്കോട്ടെ, മക്കളാവട്ടെ, ആരെങ്കിലും ആവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, ആരെങ്കിലും കേൾക്കാൻ ഒരാളെ കിട്ടിയാൽ മതി, പഠിപ്പിക്കാം. ഓക്കെ, ഒരിക്കലും മറക്കില്ല. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പഠിപ്പിക്കും തോറും നമ്മൾ പഠിക്കും. ആദ്യം ഞാൻ നോട്ട്ബുക്ക് ഒക്കെ കൊണ്ടുപോയി ഞാൻ പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് ടൈം ഞാൻ ക്ലാസ് എടുക്കുന്ന ടൈമിലൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നോട്ട്സ് എഴുതിയിട്ട് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ഒക്കെ, അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന. അങ്ങനെയൊക്കെ തന്നെ ക്ലാസ് എടുക്കും. പിന്നെ എന്താണ് പറഞ്ഞ് ഇതെല്ലാം നമുക്ക് ബൈ ഹാർട്ട് ആവും. എങ്ങനെ ആരും ഡൗട്ട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, അത്രത്തോളം നമുക്ക് ആ ടോപ്പിക്ക് മനസ്സിലായി. പഠിപ്പിച്ചാണ് മനസ്സിലായത്. ഓരോ പിള്ളേരും ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യും. അപ്പൊ അതിലൂടെ നമുക്ക് കുറച്ച് നോളജ് കിട്ടി. അങ്ങനെ എല്ലാ ഡൗട്ട്സ് ചോദിക്കുമ്പോഴും നമ്മൾ സെർച്ച് ചെയ്യാണ്. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അറിയാത്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, ടീച്ചറാണ്, പട്ടത്തെറ്റ് വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, എഫേർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കും. അങ്ങനെ നമുക്ക് എന്ത് പറ്റും, അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? അപ്പോഴും ചെയ്ത് നമുക്ക് വേണ്ടിയാണോ? ആലോചിക്കുക നിങ്ങൾ, നമുക്ക് വേണ്ടിയാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല, നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യില്ലെന്നേ. അങ്ങനെയാണ്, നമുക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടായില്ല. നിങ്ങളോട് ഞാനിപ്പോ പറയാണ്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് പറയും വീട്ടിൽ സമയമില്ല മിസ്സേ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളൊരു ടീച്ചറായി, നിങ്ങൾക്ക് നാളെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോണം. നിങ്ങൾ പഠിക്കില്ലേ? സമയം കണ്ടെത്തി നിങ്ങളിത് പഠിക്കോ? പഠിക്കും. ചെറിയ മക്കൾക്ക് ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ആവും പഠിക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് അത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ലേ? നമ്മളിപ്പോ പ്രീ കെ ജി, LKG, UKG ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ ഇതൊക്കെ തന്നെയാണ് എടുക്കുന്നത്. നമ്മളെ പഠിക്കുന്ന ടൈം ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, സ്റ്റാർട്ടിങ് തന്നെ ഇംഗ്ലീഷാണ്. അപ്പൊ ആ രീതിയിൽ അവർക്ക് ക്ലാസ് എടുക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ടേ പോവുള്ളൂ. ഒരു പ്രൊണൗൺസിയേഷൻ ആണെങ്കിൽ പോലും ഒരിക്കലും തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? അത് കോൺടെക്സ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കോൺടെക്സ്റ്റ് എടുക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സിൽ. ഓക്കെ, പ്രാക്ടിക്കൽ സെക്ഷനിൽ ഞാൻ ഈ കോൺടെക്സ്റ്റ് എടുക്കുന്നത്. അതായത് നമ്മള് സംസാരിക്കുന്ന ഏതൊരു വേർഡ് ആണെങ്കിലും ഏത് വേർഡ് ആണെങ്കിലും നമ്മൾ പറയുന്ന ഏത് വേർഡ് ആണെങ്കിലും തെറ്റാണ് പറയുന്നത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണ്. മനസ്സിലായോ? എക്സാമ്പിൾ വേണോ? പറയൂ, ലെറ്റർ പറഞ്ഞേ, എന്താണിത്? പറ, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, പറയൂ. എന്താണ് വേണോ ചോദിച്ചത് മാഡം? ഞാനൊരു ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ആൽഫബറ്റിക് ലെറ്റർ. ഒന്ന് പറഞ്ഞേ, എന്താണത്? എ അല്ലേ? അറിയുള്ളൂ. എന്താണത്? വായിക്കാനൊന്നുമില്ല, പറയൂ. ഏത് ലെറ്റർ ആണത്? Small letter, capital letter. എ ആണ്. എ ആണ്. എ അല്ലേ? എ ആണോ? കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എ ആണോ? ആണോ? കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണോ? അല്ല. ഓക്കെ,
not A. ഇത് വായിക്കൂ. A pen. A pen. A pen അല്ല, not a pen. A pen. A pen. That's all. Not A. A pen. A pen. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മനസ്സിലായോ നമ്മൾ പറയുന്നൊക്കെ? ഈ വവൽസിന് 2 സൗണ്ട്സ് ഇല്ലേ? അതിന്റെ ഒറിജിനൽ സൗണ്ട്സും ഉണ്ടല്ലോ, അത് ആ സൗണ്ടും ഇല്ലേ അതിന്? ഏത് സൗണ്ട് ആണ്? വവൽസിന് അതിന്റെ ആ ലെറ്റർ സൗണ്ടും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. 2 സൗണ്ട്സ് ഉള്ളതാണ് വവൽസ് എന്ന് കേട്ടിട്ടുണ്ട്, യു ഒഴികെ. അത് ചില വേർഡ്സ് വരുമ്പോഴാണ് കേട്ടോ. ചില വേർഡ്സ് വരുമ്പോ മാറ്റം വരും. അതായത് പക്ഷെ നമ്മള് കുഞ്ഞു കുട്ടികൾക്ക് എ എന്ന് വെച്ചിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അതെ, പക്ഷെ നിങ്ങൾ പുറത്തെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കട്ടോ. വെസ്റ്റേൺ അവിടുത്തെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കട്ടോ. ABC പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, ആ രീതിയിൽ വേണം പഠിപ്പിക്കാൻ. ഓക്കെ, കാരണം ലാംഗ്വേജ് ഇത് നമ്മുടെ ലാംഗ്വേജ് അല്ല, അവരുടെ ലാംഗ്വേജ് ആണ്. അപ്പൊ അവര് പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ ശരിക്കും പഠിപ്പിക്കേണ്ടത്. ശരിയല്ലേ? പക്ഷെ നമ്മൾ അല്ല, ഞാൻ കണ്ടിട്ടുള്ള ക്ലാസ്സിൽ സൗണ്ട്സ് ആയിരുന്നു പഠിപ്പിച്ചത്. അതുപോലെ കേഴ്സീവ് ലെറ്റേഴ്സ് ആയിരുന്നു പഠിപ്പിച്ചത്. ഈ ABCD പഠിപ്പിച്ചിട്ടില്ലായിരുന്നു, സൗണ്ട്സ് ആയിരുന്നു. അതിൽ എനിക്ക് ഫോണിക്സ് ക്ലാസ്സിന്റെ ട്രെയിനിങ്ങിന് ഞാൻ വളരെ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് ഒത്തിരി തവണ. കാരണം ഈ നമ്മൾ ഓ എന്നൊക്കെ പറയില്ലേ, ഓ എന്ന് പറയുന്നത് അത് ഓ അല്ല, അത് വായി ഇങ്ങനെ കുഴിയും ഓ എന്ന് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് അതൊക്കെ പഠിച്ചത്. എന്നാലും ഇപ്പൊ നമ്മൾ മലയാളം യൂസ് ചെയ്തത് വരില്ല, ഒരിക്കലും വരില്ല. പിന്നെ അത്രയും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ചെയ്ത വേർഡ് നോക്കിയേ, വായിച്ചത് ഗോ. Go. Not go. Go. എന്നാ പറയാ. Go. I can go now. എന്നാ പറയാ. Not go. Go അല്ല കേട്ടോ. Go അല്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനും പഠിപ്പിക്കാനും ഒരുപാടുണ്ട് ഫോണിക്സിൽ. അതിനുവേണ്ടി നമുക്ക് ലാസ്റ്റ് ക്ലാസ് പ്രാക്ടിക്കൽ സെക്ഷനിൽ ഫോണിക്സ് ആയിരിക്കും. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുമ്പോ, കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. കാരണം നമ്മ പഠിച്ച പോലെ മാവരുന്നവര്. മനസ്സിലായോ? ഓക്കെ, ഓക്കെ. അപ്പോ മനസ്സിലായോ ഇംഗ്ലീഷ് എങ്ങനെയാണെന്നൊക്കെ? നമ്മുടെ മക്കളാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. മലയാളം പഠിച്ച പോലെ ആവരുത്, നമ്മളെ പഠിച്ച പോലെ വരരുത് ഇനി അങ്ങോട്ട് ഉള്ള ജനറേഷൻ. ഓക്കെ, ടീച്ചേഴ്സ് കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പഠിപ്പിക്കാൻ പോവാൻ. ഓക്കെ, നമ്മള് പഠിച്ച ഇംഗ്ലീഷ് ഒരിക്കലും അവരെ പഠിപ്പിക്കരുത്. ഒറ്റ തെറ്റാണ് നമ്മൾ പഠിച്ചതെല്ലാനും. അത് അറിയാൻ ഒരുപാട് വൈകി. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനായിട്ട്. ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. ഓരോ വേർഡിന്റെയും പ്രൊണൗൺസിയേഷൻ നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. ഓക്കെ, ഏത് വേർഡാണെങ്കിൽ പോലും, ഒരു ചെറിയ വേർഡാണെങ്കിൽ പോലും കേൾക്കുക. ഗൂഗിളിൽ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കേൾക്കാൻ പറ്റും, അറിയാലോ. പ്രൊണൗൺസിയേഷൻ കേട്ട് നോക്കൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഗോ, നോ ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കൂ. നമ്മ പറയുന്ന പോലെയല്ല, അതേപോലെ പറയണം. കോപ്പി പേസ്റ്റ് ചെയ്യാം. അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത്, അതായത് ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി അങ്ങോട്ട് അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും. ഇനി അങ്ങോട്ട് അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കുക മാക്സിമം. കളിയാക്കും കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിരിക്കും, കളിയാക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയേണ്ടത്. അല്ലാതെ അവൻ കളിയാക്കുമ്പോ നമ്മളതിന് അയ്യോ അവൻ കളിയാക്കുന്നു ഞാൻ ഇനി പറയുന്നില്ല, അങ്ങനെ വിചാരിക്കണ്ട. അത് അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയേണ്ടത്. അത് കളിയാക്കുന്നവരുടെ കളിയായിക്കോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? എന്താണ് മിണ്ടാത്തെ? ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ക്ലാസ് ആക്റ്റീവ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കാണുന്നില്ല ആക്റ്റീവ് ഒന്നും. എന്നോട് ആരും സംസാരിക്കുന്നില്ല. മിണ്ടുന്നേ ഇല്ല. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ട്സ് ആയെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ക്ലാസ്സിൽ ആക്റ്റീവ് അല്ലല്ലോ.
കഴിഞ്ഞ ഡേ ഞങ്ങൾക്ക് ഒരു കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ് പോയ ബാച്ചിന്റെ ഒരു കോൺവെക്കേഷൻ ആയിരുന്നു. ഓക്കെ, അത്യാവശ്യം ഞങ്ങൾ കുറച്ച് കോൺവെക്കേഷൻ നടത്തിയിട്ടുണ്ട്. സോ ലാസ്റ്റ് കോൺവെക്കേഷൻ അതായിരുന്നു. കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും വന്നത് 40 above സ്റ്റുഡൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സാധാരണ കോൺവെക്കേഷൻ നടക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. പക്ഷെ ഈ കോൺവെക്കേഷൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. എന്താണ് കാരണം എന്നറിയോ? ഈ വന്ന സ്റ്റുഡൻസിന് പരസ്പരം ആരെയും അറിയില്ല. മനസ്സിലായോ? ഇവര് തമ്മിൽ മിണ്ടുന്നില്ല. കാരണം ഇവര് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചെങ്കിൽ പരസ്പരം അറിയില്ല അവർക്ക്. നിങ്ങൾ ആരാണ് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് ആരും മിണ്ടുന്നില്ല പരസ്പരം. അങ്ങനെ ആവരുത് ഒരിക്കലും കേട്ടോ. ക്ലാസ് നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ്സിലാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? എല്ലാവരും ഒരു കമ്പനി ആയിരിക്കും അല്ലെ? പക്ഷെ ഇത് ഓൺലൈൻ ആണ്. ഓൺലൈൻ ആണെങ്കിൽ പോലും എല്ലാവരും തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. ഒരു ബോണ്ടിങ് വേണം. മിക്ക ക്ലാസ്സിൽ ഞാൻ വന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിച്ചു. കേട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പക്ഷെ അങ്ങനെ മാം ഉണ്ട്. ഒരു ബോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത ആളാണ് ഞാൻ എന്തൊക്കെയോ അതിൽ ഗ്രൂപ്പിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി. കുറേ പേരൊക്കെ ആക്റ്റീവായി വന്നു. പക്ഷെ മറ്റു ചിലർക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് അതുകൊണ്ട് മുമ്പോട്ട് പോകുക? നമ്മളെക്കുറിച്ച് ഗോസിപ്സ് അങ്ങനെ ഒത്തിരി കേൾക്കുമ്പോൾ നമ്മൾ സ്വയം പിന്മാറും. അങ്ങനെ ഞാൻ എല്ലാ കാര്യത്തിൽ നിന്ന് പുറകിലേക്ക് വന്നു. ഇപ്പം ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കുന്നു. മറ്റുള്ളവരെ ഹാപ്പിയാക്കി വെക്കാൻ നമ്മൾ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ബാക്കി അവരിഷ്ടം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ ആരെയും നോക്കണ്ട. എല്ലാവരും ക്ലാസ്സിൽ ആക്റ്റീവ് ആവാൻ പറ്റുന്നവർക്ക് ആക്റ്റീവ് ആകാം. എന്നോട് സംസാരിക്കാൻ പറ്റുന്നവർക്ക് എന്നോട് സംസാരിക്കാം. കാരണം അങ്ങനെ സംസാരിക്കുന്നവർ മാത്രമാണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ എന്നോട് നന്നായിട്ട് സംസാരിക്കാം. ആക്റ്റീവ് ആവാം ക്ലാസ്സിൽ. ഓക്കെ, ക്ലിയർ? യെസ്, ദാറ്റ്സ് ഓൾ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയും. സൈൻ ഔട്ട് ആരാ പറയാ? ഇന്നത്തെ മാമിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. പ്രപ്പോസിഷൻ ബൈ ആണ്, ഡ്യൂറിങ്ങും ബൈയും ആണ് നമ്മൾ പഠിച്ചത്. അത് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ മാമിന്റെ ഇന്നത്തെ മോട്ടിവേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമൊന്നും അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഭയങ്കര ടഫായിട്ട് തന്നെയാണ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ ഒരു വേ നല്ലപോലെ മാറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ താല്പര്യം തോന്നുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. Okay, so thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am.